ഞാനിത് വെളുപ്പിനെ എണീറ്റ് ചാടിത്തുള്ളിയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? പറഞ്ഞു തരാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ രാവിലെ 8 മണിയായപ്പോൾ ഈ ചെക്കൻ എന്നോട് പറഞ്ഞു വേഗം റെഡിയാക്കി ഞാൻ കൊണ്ടുപോകുന്നു. കാരണം ഞാൻ എന്നോട് പറഞ്ഞു എനിക്കൊന്ന് ഇരിട്ടിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇരിട്ടിക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരി എന്നാൽ ഒരു 10 മിനിറ്റുള്ളിൽ റെഡിയായി വരാമെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് റെഡിയായി വണ്ടിയിൽ കയറിയിരുന്നു പോകുന്ന രംഗമാണ് കേട്ടോ. ആ പോകുന്ന വഴിക്ക് ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി, കാരണം മോർണിംഗ് ടൈമാണ്, 8:30 മണി ആയിട്ടേ ഉള്ളൂ. ഒരു 8:30-ക്കെല്ലാം നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഈ ഒരു വഴിയിൽ ഞാൻ വന്നിട്ടില്ല, കാരണം ഇത് ഞങ്ങൾ ശരിക്കും പേരാവൂർ തുണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം നമ്മളങ്ങനെ ഇറങ്ങിയപ്പോൾ ഡയറക്റ്റ് ഞാൻ വിചാരിച്ചു പിന്നെ ഇരുട്ടി കൂട്ടിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എടൂർ വന്നിട്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് അതിലേ പോകാം, ആറളം ഫാം കൂടിയാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോവുകയാണ്. വഴിക്ക് എവിടെയെങ്കിലും ആന വന്ന് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് പോവുകയാണ്. പക്ഷേ ആറളം ഫാമിൽ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ, അവിടെ കുറച്ചും കൂടെ മാറിയിട്ടാണ് റോഡുള്ളത്. എന്തായാലും ഈ റോഡ് തന്നെയാണ് ആറളം ഫാമിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ, 2 സൈഡും കാണാൻ നല്ലൊരു അടിപൊളി, അങ്ങനെ മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ ജാമൊന്നുമില്ല, നമുക്ക് പോകാം, എളുപ്പമായിട്ട് പോയിട്ട് വരാൻ പറ്റും. റോഡൊക്കെ നല്ല റോഡാണ്, അടിപൊളി ഒരു വൈബ് കിട്ടുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വന്ന സ്ഥലം എത്തി. അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത്, കെട്ടി എഴുന്നള്ളി വന്നതിൻ്റെ കാരണം ദേണ്ട ഈ ഇരിക്കുന്ന സാധനത്തിന്, അതായത് ഈ കൊച്ചിനെ, ഈ മുതലിനെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതായത് മേഘയ്ക്ക് സ്കൂളിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പം മേഘേനെ ഇവിടെ ഫസ്റ്റ് ഡേ അല്ലേ, ഇവിടെ കൊണ്ടുവന്ന സമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടി വന്നത്. എന്തായാലും ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ എല്ലാവരും എത്തുന്ന വിചാരിച്ചത്, പക്ഷെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ സമയം വണ്ടിക്കകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അതിന് ശേഷം മേഘ ഫോൺ എടുത്ത് ആരൊക്കെയോ വിളിച്ചു. എന്തായാലും കുറച്ച് സമയം അതിൻ്റെ അകത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഇവർ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്, പക്ഷെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും, അപ്പൂസാണെങ്കിൽ ഭയങ്കരമായിട്ടും വിശക്കെന്ന് പറയുന്നുണ്ട്, അവന് ഛർദ്ദിക്കാൻ വരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ആരും വരാത്തതുകൊണ്ട് നമ്മൾ ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് വണ്ടി താഴേക്ക് ഇറക്കി. ഈ ഒരു സ്കൂളിലാണ് മേഘയ്ക്ക് ജോലി കിട്ടിയിരിക്കുന്നത് കേട്ടോ. മേഘ നല്ലൊരു അടിപൊളി ടീച്ചറാണ്, പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ സമയം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കി നടന്നു. എന്നിട്ട് ശരി ഇനിയിപ്പം എന്തായാലും അവർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാണെങ്കിൽ ഉറക്കപ്പിച്ചോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഇതെപ്പോൾ ഹോട്ടലിൽ എത്തുന്നുള്ളൂ. ജോ ആണെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അവനും കുറച്ച് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി, കാരണം അവന് വിശക്കാൻ തുടങ്ങി, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ നടന്ന്. അപ്പോഴത്തെ ഇതാണ് സ്കൂൾ കേട്ടോ. ഈ സ്കൂളിലാണ് മേഘയ്ക്ക് ജോലി കിട്ടിയിരിക്കുന്നത്, മൗണ്ട് കർമ്മൽ കോൺവെൻറ്റ് സ്കൂള്. അപ്പോൾ ഇവിടെയാണ് പുള്ളിക്കാരി പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആ സ്കൂളിൽ എല്ലാവരും വന്നു. അവരെല്ലാവരും വരുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ അവരെ, ഈ സ്കൂൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ, 3 വർഷമായുള്ളൂ എന്ന് പറയുന്നത് കേട്ട്. അങ്ങനെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടതൊരു ഹോട്ടലിലേക്കാണ്. നമ്മൾ പേരാവൂർ കൂടിയാണ് വരുന്നത്. ആദ്യം കണ്ട ഹോട്ടലിൽ കയറി. ആദ്യം കണ്ട ഹോട്ടലിൽ കയറിയിട്ട് ഫസ്റ്റ് അപ്പൂസാണെങ്കിൽ ചിക്കൻ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നു. പക്ഷേ രാവിലെ ഇവിടെ നാട്ടിൽ ചിക്കനും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അങ്ങനെ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവന് മുട്ടക്കറിയൊക്കെ വാങ്ങിക്കൊടുത്തു. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇരിട്ടിക്ക് പോവുകയാണേ. അപ്പോൾ ഇരിട്ടിക്ക് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാതി വഴി എത്താറായപ്പോഴത്തേക്കും എൻ്റെ മൊബൈലിൽ വേണ്ട സ്വിച്ച് ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവൻ്റെ വണ്ടിയിലാണ് ചാർജറും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പ്ലഗൊന്നും ഇല്ലാണ്ടാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അപ്പൂസ് ഒന്ന് സെറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാവിലെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എല്ലാം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് അവിടെ ബാംഗ്ലൂർ വെച്ചിട്ട് നല്ല വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കിവിടെ റെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഉറക്കക്ഷീണമൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ രാവിലെ ചാടി എണീറ്റ് മേക്കപ്പ് ഒന്നും ഇല്ലാതെ പോയതാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മിക്കവാറും എപ്പോഴും തന്നെ ചാർജർ കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പവർ ബാങ്കോ ചാർജർ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയി. ഒരു ബാഗ് പോലും എടുക്കാതാണ് ഞാൻ ഇറങ്ങിപ്പോയത്. എനിക്ക് ഒത്തിരി സാധനങ്ങളൊന്നും മേടിക്കാനില്ലായിരുന്നു. കുറച്ച് കുഞ്ഞു സാധനങ്ങൾ, അതായത് കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് നമ്മൾ ഇരിട്ടിയിൽ ഗ്ലോറിയാന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പോകുന്ന സൈഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വഴി കഴിഞ്ഞ പാട് മൊബൈൽ ഡൗൺ ആയി തുടങ്ങി. അതിൽ ബാറ്ററി ഭയങ്കര ലോ ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവൻ വണ്ടിയിലൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ചൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇങ്ങനെ കവർ ചെയ്തു. അപ്പോൾ ഇതെപ്പോൾ സ്വിച്ച് ഓഫ് ആകുമെന്ന് അറിയില്ല. അതുവരെ എന്തായാലും വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ പോയിട്ട് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചത് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം. കാരണം ഞങ്ങൾ വരുമ്പോൾ ആരോടും പറയാണ്ടാണ് രാവിലെ ഇറങ്ങി വന്നത്. പിള്ളേരൊക്കെ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു, ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ പപ്പയൊക്കെ വീട്ടിൽ എണീറ്റിട്ട് വെളുപ്പിന് അവർ രാവിലെ എവിടെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. രാത്രിയെല്ലാം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്ഷീണത്തിൽ കിടന്നുറങ്ങി എണീറ്റ് രാവിലെ എണീറ്റ് പോകുന്ന ഒരു പോക്കാണ് കേട്ടോ. മൊത്തത്തിൽ ഒരു ക്ഷീണം ഉണ്ടെങ്കിലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ആ ക്ഷീണമൊക്കെ മാറ്റി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഈ ഒരു വഴിയിലൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ഇതുപോലെ എന്താ പറയുക, ഇതുപോലെ എനിക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അപ്പൂസ് വേണ്ടേ കിടന്നുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ ഗൂഗിളല്ല യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് കിടന്നുകൊണ്ടായാലും ഇരുന്നുകൊണ്ടായാലും അവൻ്റെ അടുത്തൊരു മൊബൈലുണ്ട്. അപ്പോൾ ആ മൊബൈൽ എൻ്റെ പഴയ മൊബൈലായിരുന്നു, അത് ഞാൻ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനതും വെച്ചിട്ടാണ് യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇരുട്ടി ഇപ്പം തന്നെ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.